വന്നോ തമ്പുരാൻ? അമ്മ മാത്രമേ വന്നുള്ളൂ. അച്ചാച്ചൻ അവിടെ ഇല്ല, വീട്ടിലില്ല. അമ്മ തന്നെയാ വണ്ടിയെ പോയ. ഇന്ന് അച്ചാച്ചൻ വന്നു. അച്ചാച്ചൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. വരും, പിന്നെ വരാതിരിക്കാൻ. ചായ കുടി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മുത്താണ് രാവിലെ എന്നെ കൊണ്ടുവിടുന്നത്. പിന്നെ വൈകിട്ടാവും വരും വിളിക്കാൻ. അങ്ങനെയാണ് കേട്ടോ. ഇന്ന് ഞാൻ തന്നെ അങ്ങ് പോയി. കാരണം എനിക്ക് വണ്ടി ആവശ്യമുണ്ടായിരുന്നു. വേറെ 1-2 സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാനങ്ങ് പോയി. പിന്നെ ഉച്ച കഴിഞ്ഞ് മുത്തും അപ്പവും കൂടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയേക്കുവാണ്, നിശാന്തിൻ്റെ വീട്ടിൽ. അതുകൊണ്ട് വൈകിട്ട് വന്നപ്പോൾ ഒരു അനക്കോ ആവിയൊന്നുമില്ല. പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. ചോറ് ഇച്ചിരിയൊക്കെ ഉണ്ട്, കറികളും ഒരുപ്പുണ്ട്, തീയലൊക്കെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റം ഒന്ന് തൂക്കാമെന്ന്. മുറ്റം നിറച്ച് കരിയിലാണ്. മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മേടിച്ചു, റവ വാങ്ങിച്ചു. ഇത് അല്ലി അടത്തിയ വെളുത്തുള്ളി കുറച്ചേ ഉള്ളായിരുന്നു, അത് ഞാനിങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോരും. പിന്നെ ഇന്നലെ ഈ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് 2 പേരുടെ പിടിവലിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു പാക്കറ്റ് മേടിച്ചെന്ന് പറഞ്ഞൊന്നും പറഞ്ഞാണ് മോനിക്കുട്ടൻ എന്നെ വിട്ടത്. രാവിലെ കരയുമായിരുന്നു. ഇവിടെ ഒരെണ്ണേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ട് മേടിച്ചുകൊണ്ട് വരാൻ സമാധാനപ്പെടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല. സത്യത്തിൽ ഞാൻ ഇന്ന് പകുതി സമയം വേറെ പല സ്ഥലങ്ങളിലായിരുന്നു. രാവിലെ ജോലിക്ക് കയറിയത് തന്നെ 12 മണിക്കാണ്. മോനിക്കുട്ടൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് നമ്മുടെ ഇവിടെ കേരള ബാങ്കിൽ. ആ അക്കൗണ്ട് റെഡിയാക്കാൻ ഞാൻ പോയതാണ്. അപ്പം KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. എനിക്കൊരു അക്കൗണ്ട് ചേരണമായിരുന്നു. ഞാനാണല്ലോ ഗാർഡിയൻ. അതുകൊണ്ട് അതൊക്കെ ഇരുന്നു. ഫോട്ടോ വേണമായിരുന്നു. ഫോട്ടോ എടുക്കാൻ താമസിച്ചു. ഫോട്ടോ എൻ്റെ കയ്യിൽ ഓൾറെഡി എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പം അന്ന് അത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പിന്നെ പോയി ഫോട്ടോ എടുത്തു. അങ്ങനെ സമയം അത്രയായി. അന്നേരമാണ് അങ്ങോട്ട് ചെന്ന് കയറിയത്. പിന്നെ ഉച്ച കഴിഞ്ഞ് വേറൊരു ആവശ്യത്തിന് പോയി. അവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പിന്നാണ് കാര്യങ്ങളെല്ലാം നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പം ചുരുക്കത്തിൽ ഇന്ന് വളരെ കുറച്ച് മണിക്കൂറുകളെ ജോലിക്ക് ഇരുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം അലച്ചിലായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ വഴിയില്ല. കാരണം അവിടെ ഇരുന്നാലല്ലേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, ബാങ്കിൽ ചെന്നപ്പോൾ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് പോയ അവിടെയൊക്കെ പലരും ചിരിച്ചൊക്കെ കാണിക്കും, പരിചയമുള്ളതുപോലെ മുഖത്ത് നോക്കും. അപ്പം എനിക്ക് മനസ്സിലാവും വീഡിയോസൊക്കെ കാണുന്നതാണെന്ന് കേട്ടോ. അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങുവാണേ. ഭയങ്കര കരിയിലാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇന്നിപ്പം കുറേ തുണികളൊക്കെ ഞാൻ കഴുകി. ഇവിടെ അകത്ത് സ്ഥലമില്ല, ഞാൻ വെളിയിലൊക്കെ വിരിച്ചിട്ടേക്കുന്നത്. അതെല്ലാം എടുക്കണം. മുറ്റം തൂക്കണം, കുളിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പണികളുള്ളതൊക്കെ ചെയ്ത് തീർക്കാം. കുറച്ച് കോവയ്ക്ക മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പറ്റുന്നെങ്കിൽ ഉന്മേഷം തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് മെഴുക്കുവരട്ടി വെക്കാം. ഓക്കെ. ഇത്രയും വിയർത്തിട്ട് കുളിക്കാം. രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയത് ഈ മാങ്ങ. ആദ്യമായിട്ടാണ് കേടൊന്നും ഇല്ലാത്തൊരു മാങ്ങ കിട്ടിയത്. പക്ഷെ ഇന്നാൾ ഇതുപോലൊരെണ്ണം മാമിയൊക്കെ വന്നപ്പോൾ കിട്ടിയ ഒരു മുറിച്ചപ്പോൾ പുഴു ഉണ്ടായിരുന്നു. ഞാനിവിടെ വെച്ചിട്ട് പോയി. നമുക്ക് നോക്കാം. പുഴുക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. കൈ മുറിയല്ലേ. ഇന്നാളെ മാമി മുറിച്ചപ്പോൾ പുഴു ഉണ്ടായിരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നോക്കാൻ. കഴിച്ചു നോക്കട്ടെ. പുളിയുണ്ട്. എല്ലാം അങ്ങേ മഹത്വത്തിനായി
എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ഉണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇനിയും ഒരു വീഡിയോ കൂടി എടുക്കാറുണ്ട്. അല്ല 2 വീഡിയോ കൂടി എടുക്കാം. എപ്പം വരാനാ? ഇരുട്ടിയല്ലോ. ആ വെട്ടമുണ്ട്. വിളിക്കാം ഞാൻ. എടാ വാടാ കുഞ്ഞ ഇങ്ങോട്ടെ. വരുവാമ്മേ. വിളിക്കാം. ശരി. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഞാൻ 5-6 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്കോരട്ടി വെക്കാം. 2 ദിവസവും പുഴുവൊന്നുമില്ല, പക്ഷെ നല്ല പുളിയുണ്ട്. ഒരു തോരനോട് വെക്കാനുള്ള ഒരു 5-6 കോവയ്ക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കൊരു സ്പെഷ്യൽ തോരനുണ്ട്. അത് ഒത്തിരി നാളോട് ഞാൻ വിചാരിക്കുന്നത്. അതിനി ഒന്ന് വെക്കണം. നല്ല പുളിയാട്ടോ. അയ്യോ, चलो मैं ऑर्डर करवा के आ चुका हूँ और अभी आ ही जाना चाहिए अपना सामान. लेट्स सी. നാളെ പഠിത്തമില്ലല്ലോ. दिख तो रहा है. നാളെ പഠിത്തമുണ്ടോ? നാളെ പഠിത്തമുണ്ട്. नहीं नशे में ये जल्दी. ऑल राइट. കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് മെഴുക്കുവരട്ടിക്ക് അങ്ങോട്ട് ഇടാം. എന്റെ ടപ്പമ്മേ, ഇത് ആരാ ഇത്? കൂട്ട് വണ്ണി ഇങ്ങോട്ട് കയറിയിരി കുഞ്ഞെ. ഞാൻ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമായിരുന്നു. അവനിവിടെ ഇല്ലല്ലേ? അവന്റെ ഞാൻ കൊടുത്തു വിടത്തില്ലേ? കിടന്നങ്ങ് കുഞ്ഞു വീഴല്ലേ പോനെ. കുഞ്ഞോട് മിണ്ടത്തില്ല. എന്റെ ജാനിക്കുട്ടിയാ. ഇങ്ങോട്ടൊന്നും ബാ. എന്റെ പൊന്നു വന്നു. ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു. മുത്ത് ഇതുവരെ വന്നില്ല. അവരുടെ വർക്ക് കഴിഞ്ഞില്ല. കുഞ്ഞും ജാനിക്കുട്ടിയൊക്കെ വന്നു. കുഞ്ഞോ കരഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ട് പോയത്. എന്തോ ചെയ്യാൻ. മുത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, പിന്നെ കൊണ്ടുവിടാന്ന് പറയും. ഇപ്പൊ തന്നെ 8 മണി ആകാറായേ. ഇനി അവൻ വന്നിട്ട് എപ്പോഴാ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന? രാത്രി ഇനിയും എനിക്ക് പേടിയാ. കരഞ്ഞോണ്ടാ പോയെ. എനിക്ക് വിഷമം വരും. രാവിലെ നമ്മള് പാലപ്പം ഉണ്ടാക്കി. മുത്തിന് നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത് ഉണ്ടാക്കി. റോസ്റ്റായിട്ടല്ല, കുറച്ച് ചാറിട്ട് വെച്ചു. അപ്പൊ ഞാൻ അത് 2 പാലപ്പവും അതിൽ ഒരെണ്ണം കൂടെ കൊണ്ടുപോയത്. പാലപ്പം നൈസായിട്ടുള്ള പാലപ്പമായിരുന്നു. എന്തുവാടാ? ഇല്ല, ഞാൻ കഴിക്കാൻ പോവാ. എന്തുവാ? കൂട്ടൊന്നും മേടിക്കാണ്ട് ഇവിടെ വാ. വേണ്ട, ചോറുണ്ട്. എനിക്ക് ചോറും മതി. എന്നോട് ചോദിക്കും, അമ്മ ഏത് നൂറ്റാണ്ടിലാണ് അമ്മ ജീവിക്കുന്നത്? അമ്മ വെളിയിലിറങ്ങത്തില്ല, ഒരിടത്ത് പോകത്തില്ല, അത് കഴിക്കത്തില്ല, ഇത് കഴിക്കത്തില്ല എന്നൊക്കെ പറയും. അമ്മേ, അച്ചാച്ചനെ വിളിച്ചേ. ഇപ്പൊ പറയൂ. ചൂട്
ചൂടുള്ള പൊറോട്ടയും കൊണ്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ചോറ് മതി. കൊണ്ടുവന്ന സ്ഥിതിക്ക് ഉണ്ണി കഴിക്കാം. കറിയൊന്നും എടുത്തില്ല. നിഷാന്തിൻ്റെ അമ്മ കൊടുത്തു വിട്ടത് കേട്ടോ. ആത്തപ്പഴം അങ്ങനല്ലേ പറഞ്ഞത്, ആത്തയ്ക്ക, അങ്ങനെ പറയാം. പഴുത്തല്ല, പച്ച പഴുപ്പിച്ച് സാപ്പിടണം. കട അടയ്ക്കാറായോണ്ടാന്ന് തോന്നുന്നു പുള്ളിക്ക് അങ്ങ് സ്നേഹമായിരുന്നു. കോട്ടണോ കഷ്ണോ അത് ഫുള്ള് അങ്ങ് എടുത്തിട്ട് പുള്ളി അവിടെ ബാക്കി പുള്ളിയുടെ സ്നേഹപ്രകടനത്തിന്റെ ദൂഷ്യം അനുഭവിക്കേണ്ടത് ഞാന് കേട്ടോ. അല്ല അടുത്ത നാളെ തൊട്ട് ഇതാ നോമ്പെടുക്കോ ഞാൻ അറിഞ്ഞില്ല. എന്തോ പറഞ്ഞു, എന്തോ നോമ്പ. അതാ പറഞ്ഞു. എന്റെ പ്രിയങ്ങളെ വിശക്കുന്നു. ഇവര് കണ്ട പൊറോട്ടയും കറിയൊക്കെ കൊണ്ടുവന്ന് അത് കഴിക്കുവാണ്. ഞാനും നമ്മളാണ് ട്രാവൽ ബ്ലോഗ് കാണുക. പ്രത്യേകമായിട്ട് കാണുന്നത് സുജിത്ത് ഭക്തന്റെ വീഡിയോസ് എല്ലാം കാണുക കേട്ടോ. അപ്പൊ വീട്ടിലിരുന്നാലും നമുക്ക് അന്യരാജ്യങ്ങളിലെല്ലാം പറന്ന് നടക്കാം. നല്ല രസമാണ് ആ വീഡിയോ കാണാൻ. ഇപ്പൊ ജപ്പാനിൽ പോയേക്കുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗം കണ്ടു. ബാക്കി ഇപ്പൊ നമ്മൾ ചോറിലൂടെ കാണും. ഒഴിക്കാനത്തും കഴിച്ചിട്ട് വരാം. ചോറ് വിളമ്പി നമ്മുടെ തീയലെടുക്കട്ടെ. കോവയ്ക്ക മെഴുക്ക് വരട്ടി വിളമ്പി, പയറുതോരൻ വിളമ്പി, വരുവാണേ മാന്തൾ വറുത്തും 2 കഷ്ണം എടുക്കാം അല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. അവർ രണ്ട് ചൂടൻ പൊറോട്ടയും കറിയും കഴിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. വീണ്ടും കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.